ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ കാർഡ്ബോർഡിലുള്ള ക്രാഫ്റ്റാണ്. ആദ്യം നമുക്ക് കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പേപ്പർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാർഡ്ബോർഡിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. Running wild. ഇനി കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പേപ്പർ കഷ്ണം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് പേപ്പർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ കുറച്ച് പേപ്പർ കഷ്ണം വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പേപ്പർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് 2 പേപ്പർ പീസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പഞ്ഞി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. To the city streets, we began to feel the fire. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചെറിയൊരു ബേർഡാണ്. ഇനി നമുക്ക് ചിറക് ഉണ്ടാക്കിയെടുക്കാം. എക്സസൈസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിനി കണ്ണും അതിൻ്റെ ചുണ്ടും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് നേരത്തെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ബേർഡ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി എടുക്കണം. ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പെറ്റലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കിന് മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ലീഫും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം.
നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.